അങ്ങനെ വീണ്ടും കുടകിലേക്ക് തന്നെ. ഇപ്രാവശ്യം കുടകിലേക്ക് പോകുന്നത് തലക്കാവേരി എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കാണ്. ഇത് ഞായറാഴ്ച രാവിലെ അച്ഛൻ ചോദിച്ചു അങ്ങോട്ടേക്കാണ് പോവാന്ന്. അങ്ങനെ തീരുമാനിച്ച് പെട്ടെന്ന് പോയതാണ്. രാവിലെ ഒരു 9:30 ആകുമ്പോഴേക്കാണ് ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ കുറച്ച് വഴുകിപ്പോയി നമ്മൾ. ഏകദേശം 4 മണിക്കൂറിനടുത്ത് ദൂരമുണ്ട് വയനാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്താൻ. പക്ഷേ അടിപൊളി സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പം ഒന്ന് പോയി കളിക്കാൻ വിചാരിച്ചു. അങ്ങനെ സാധാരണ പോകുന്ന റൂട്ട് തന്നെയാണ്. കാട്ടിക്കുളം, തെറ്റ് റോഡ്, തോൽപ്പട്ടി വഴി അങ്ങനെ കുടകിലേക്ക്. നമ്മളവിടെ എത്താനാവുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് എണ്ണപ്പാടങ്ങളൊക്കെ കണ്ടു. എണ്ണപ്പനകൾ, ഈ പാം ഓയിൽ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള എണ്ണപ്പനകൾ. അതിപ്പോൾ നമ്മൾ വയനാട്ടിലൊക്കെ ഉണ്ട്. പൊതുവേ ഇന്ത്യയിലിപ്പം വളരെയധികം ഈ എണ്ണപ്പനകൾ കൃഷി ചെയ്ത് വരുന്നതായിട്ട് പറയുന്നുണ്ട്. അതെന്തോ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. എന്താ സത്യാവസ്ഥ എന്നറിയില്ല. എന്തായാലും കുടകിലും പല സ്ഥലങ്ങളിലായിട്ട് ഇത് കൃഷി ചെയ്യുന്ന വരുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് അങ്ങനെ പോയി. അതൊക്കെ കണ്ട് കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ വേറൊരു കുടക് വീടിൻ്റെ തൊട്ട് താഴെ തന്നെ വയലൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടു. വയൽ പ്രദേശം, അതിമനോഹരമായ വയൽ പ്രദേശം. നമ്മളെ വയനാട് ഇതേപോലെ തന്നെയാണ്. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മളതിൽ അഭിമാനം കൊള്ളുന്ന ആൾക്കാർ തന്നെയാണല്ലോ. പക്ഷേ അങ്ങനെ അതും കണ്ട് അങ്ങനെ പോകുമ്പോഴേക്ക് നമ്മൾ ഭാഗമണ്ഡല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫസ്റ്റത്തെ സ്റ്റോപ്പല്ല, അവിടെയാണ് ഒരു ക്ഷേത്രം ഉള്ളത്. അവിടെ നമ്മൾ ആദ്യം കയറിയിട്ടാണ് പിന്നെ നമ്മൾ തലക്കാവേരിയിലേക്ക് പോകുന്നത്. അതെത്തുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് ഇപ്പുറത്തായിട്ടൊരു ചെറിയൊരു ചോളം വെക്കുന്നൊരു കട. അവിടെ ചോളം, ബട്ടറും കുരുമുളകൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിക്ക് വെക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, സംഭവം അടിപൊളി, കൊള്ളാം. അങ്ങനെ നമ്മൾ ഭാഗമണ്ഡേശ്വര ക്ഷേത്രത്തിലെത്തി. ഇവിടെ കുറച്ച് നേരത്തെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം കൂടി കിട്ടുന്നതാണ്. ഏകദേശം 2:30 ആകുമ്പോഴേക്ക് അത് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ സ്ഥലം കിടക്കുന്നത്. ത്രിവേണി സംഗമത്തിൽ 3 നദികളുണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അവിടെയുള്ള ത്രിവേണി സംഗമത്തിൽ കാവേരി, കണ്ണികെ, സുജ്യോതി എന്നിങ്ങനെ 3 നദികളാണ് കൂടിച്ചേരുന്നത്. അതിൽ 1ഉം 2എണ്ണം ഞങ്ങൾ കണ്ടു. പക്ഷെ ഒന്ന് അടിയിൽ കൂടെയാണെന്നാണ് പറഞ്ഞത്. ഭൂമിൻ്റെ അടിയിൽ കൂടെയുള്ള സംഗമമാണ്. അതായത് നമ്മൾ സരസ്വതി നദി പോലെ ഭൂമിൻ്റെ അടിയിൽ കൂടിയാണെന്ന് സങ്കല്പം പറയപ്പെടുന്നു. അവിടെ ഇങ്ങനെ എത്തിയപ്പോൾ കുറച്ച് നല്ല വൃത്തിയിൽ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അവിടെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവിടുത്തെ അരയാലിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. അവർ നല്ല അലങ്കരിച്ചിട്ട് പൂച്ചെടികളൊക്കെ വെച്ച് നല്ല വൃത്തിക്ക് കണ്ടിടുന്നുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ നല്ല ഭംഗിയുണ്ടാവും. അതും കണ്ട് നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തേക്ക്, അതായത് തലക്കാവേരിയിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഹെയർ പിൻ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ റോഡാണ്, വളരെ ശ്രദ്ധിച്ചു പോകേണ്ട വഴികളാണ്. അടിപൊളി റൂട്ടാണ്. ചുരം കയറിയിട്ട് ഒരു മലേൻ്റെ മുകളിലാണ് തലക്കാവേരി എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തലക്കാവേരി എന്ന് പറയുന്നത് നമ്മളെ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം. അതായത് സൗത്ത് ഇന്ത്യയിലെ പ്രധാന നദിയാണ് കാവേരി. ദക്ഷിണ ഗംഗ എന്നൊരു വിളിപ്പേരും കൂടി കാവേരിക്കുണ്ട്. ബ്രഹ്മഗിരി മലനിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി വഴി ബേ ഓഫ് ബംഗാളിലേക്ക് പതിക്കുന്നു. നമ്മുടെ വയനാട്ടിൽ നിന്ന് ഒഴുകുന്ന പ്രധാന നദിയായ കബനി ഇതേ കാവേരിയിലേക്കാണ് ചെന്ന് ചേർന്നത്. ഈ കാവേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി എന്ന് പറയുന്നതും നമ്മുടെ പോഷക നദി എന്ന് പറയുന്നതും നമ്മുടെ കബനി തന്നെയാണ്. കർണാടകത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, ഏറ്റവും വലുതല്ല, 2ാമത്തെ വെള്ളച്ചാട്ടമായ ശിവസമുദ്രം വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അതും ഇതേ സെയിം കാവേരി നദിയിലാണ്. അതേപോലെ തന്നെ മേട്ടൂർ ഡാം, തമിഴ്നാട്ടിലുള്ള മേട്ടൂർ ഡാമും ഇതേ കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും വൈദ്യുതി എത്തിക്കുന്നത് ഇതിലത്തെ ഹൈഡ്രോ പ്രൊജക്റ്റ് കൊണ്ടാണ്. ഈ ചുരം കയറി പോകുന്നത് അതിൻ്റെ ടോപ്പിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ സമയങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 to വൈകുന്നേരം 6 മണി വരെ സമയമുള്ളൂ. എത്തുന്നവർ പരമാവധി അതിൻ്റെ ഉള്ളിൽ തന്നെ എത്താൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് എൻട്രൻസ് ഉണ്ടാവുന്നതല്ല. ഇവിടെ അധികവും ഒരു കോടമഞ്ഞ് പിടിച്ചിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. മഴയും കോടമഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്, കോട ഇറങ്ങിയിട്ടുള്ളൊരു കാലാവസ്ഥയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഈ പാറക്കെട്ടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീല് കിട്ടും. അതൊക്കെ കണ്ട് അങ്ങനെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം കിട്ടും. അവിടേക്ക് എൻട്രൻസ് ഫീ ആയിട്ടൊരു 20 രൂപ കാറിന് മേടിക്കുന്നുണ്ട്. അവിടെ പാർക്കിങ്ങിനുള്ളതും കൂടി കൂട്ടിയിട്ടാണ്. ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു ഗേറ്റ് ഉണ്ട്. അവിടെ വലിയ വാഹനങ്ങൾക്ക് എൻട്രൻസ് ഇല്ല. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയ വാഹനങ്ങളായിട്ടുള്ള കാറുകൾക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് എൻട്രൻസ് ഉള്ളൂ. ഏകദേശം ഒരു 100-300 മീറ്റർ ഉണ്ടാവും താഴേന്ന് മുകളിലേക്ക്, അതായത് തൊട്ട് മുകളിലേക്കല്ല. ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന സ്ഥലത്തിൻ്റെ പറഞ്ഞത് ഒരു 300 മീറ്റർ ഉണ്ടാവും. അത് വലിയ വണ്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് നടക്കേണ്ടി വരും. ബാക്കിയുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് എത്താം. ഈ വലിയ ഗേറ്റ് കാണുന്നില്ലേ, ഗോപുരം, ആ ഗോപുരത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. ഉള്ളിലേക്ക് ചെരുപ്പ് അലൗഡ് അല്ല. നമ്മളവിടെ ചെരുപ്പ് വെക്കണം. ചെരുപ്പ് വെച്ചിട്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതാണ് കാവേരി നദി ഉത്ഭവിക്കുന്ന സ്ഥലമായിട്ടുള്ള കുളം. ഇതിന് തൊട്ട് മുകളിൽ ഒരു പ്രതിഷ്ഠയുണ്ട്. അതാണ് കാവേരി ദേവിയായിട്ട് പറയപ്പെടുന്നത്. കാവേരി അമ്മൻ എന്നും പറയപ്പെടുന്നുണ്ട്. ഈ കുളത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുളിക്കാൻ പറ്റും. കുളിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതിൻ്റെ തൊട്ട് മുകളിൽ 2 ശ്രീകോവിലുകളായിട്ടുണ്ട്, ശിവൻ്റെയും ഗണപതിൻ്റെയും. അവിടെ നമുക്ക് പോയി തൊഴാം. ഇതിൻ്റെ മുകളിലായിട്ട് വേറെ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പിന്നെ എന്തോ ഒരു ദേവസ്ഥാനമുണ്ട്. അവിടേക്ക് ഇപ്പോൾ അലൗഡ് അല്ലാന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് തുറന്നിട്ടില്ല. എന്തായാലും അവിടുത്തെ പ്രകൃതിയിലേക്ക് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ആ കോടമഞ്ഞൊക്കെ വിരിച്ചിട്ട് എന്താ ഭംഗി കാണാല്ലേ. അവിടുത്തെ മരങ്ങളും അതേപോലെ തന്നെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. ഫുള്ള് പായൽ പിടിച്ചിട്ടാണ്. ആ പായലിലൊക്കെ ഓരോ തുള്ളി തുള്ളിയായിട്ട് ഉറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതും കണ്ട് അങ്ങനെ തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക്. ആ പോകുന്ന വഴിക്ക് വേറൊരു അമ്പലം കണ്ടു. ഇതാണ് അമ്പലം. അമ്പലത്തിലേക്ക് പോകുന്ന വഴി മാത്രമേ ഉള്ളൂ. അവിടേക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഫുള്ള് കാട് പിടിച്ചിട്ടാണുള്ളത്. പക്ഷേ എന്തൊക്കെയോ പ്രത്യേകതകൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അതും കണ്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് ഏകദേശം 8 മണിയൊക്കെ ആയി തിരിച്ചെത്തിയപ്പോഴേക്ക്. ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കാണാം. യാത്രകൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ. താങ്ക്